നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് റോഡിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോഴും സ്ലോ മൂവിങ് ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ആ യാത്ര ഉപേക്ഷിച്ച് തിരികെ പോകാറാണോ പതിവ്? ഒരിക്കലുമല്ല. നമ്മൾ ആ ബ്ലോക്കിൽ വളരെ ക്ഷമയോടെ ഇരുന്നും സ്ലോ മൂവിങ്ങിൽ വണ്ടി ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഓടിച്ചും ബ്ലോക്ക് മാറുന്ന സമയങ്ങളിൽ കുറച്ച് വേഗത കൂട്ടിയും നമുക്ക് എവിടെയാണോ എത്താനുള്ളത് അവിടെ നമ്മൾ എത്തിയിരിക്കും. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും കാര്യമെടുക്കുമ്പോൾ പല ആളുകളും ചെറിയ തടസ്സങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ മെല്ലപ്പോക്ക് ഉണ്ടാകുന്ന സമയത്തോ ആ സ്വപ്നം പാടെ ഉപേക്ഷിച്ച് ഒഴിവാക്കി പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 3 കാരണങ്ങളാണ് പ്രധാനമായും ഇതിനുള്ളത്. ആദ്യത്തേത്, നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ളൊരു സ്വപ്നമല്ല ഉണ്ടായിരുന്നത്, തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമല്ല ഉണ്ടായിരുന്നത്, കിട്ടിയാൽ കൊള്ളാം അത്രമാത്രം. രണ്ടാമതായി, തടസ്സങ്ങളും മെല്ലെപ്പോക്കുകളും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നു, നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഉപദേശങ്ങൾ തേടുന്നു. ഈ തടസ്സങ്ങളും മെല്ലെപ്പോക്കുകളും എങ്ങനെ പരിഹരിക്കാമെന്നും അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നും ഉള്ള ഉപദേശങ്ങൾ തേടാതെ വെറും നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരുന്ന് പോകുന്നു. മൂന്നാമതായി, ഈ ഒരു സ്വപ്നം നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും പണവും പ്രശസ്തിയും എല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ മനസ്സിനെ ആ ഒരു അനുഭവം കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകുന്നു. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ വളരെ നല്ലൊരു തിരുത്തൽ വരുത്താൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഓർക്കുക, വീണിടത്ത് കിടന്നവരല്ല, വീണിടത്തുനിന്ന് വീണ്ടും എണീറ്റ് ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ് വിജയത്തിൽ എത്തിയിട്ടുള്ളത്.